ഹലോ, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ചീരയാണ്. ഇതിൻ്റെ പേരാണ് ഐത്തിച്ചീര. ഐത്തിച്ചീര എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് എല്ലാ പറമ്പുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതങ്ങനെ കാണാനില്ല, കുറവാണ്. ഇത് പിന്നെ നമുക്കിപ്പം ചെടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇതിൻ്റെ അരി വീണ് തന്നെ ഇഷ്ടം പോലെ തൈകളുണ്ടാകും. അപ്പം ഇത് എങ്ങും വലുതായിട്ടില്ല, ഇപ്പോൾ എല്ലായിടവും പൊതുവേ ഇത് ഉണ്ടായി വരുന്നുണ്ട്. ഇത് വലിയ പരിചരണമൊന്നും വേണ്ട. നമ്മുടെ പിന്നെ ഒരു എണ്ണം കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഇതിന് വലിയ വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് കിളിച്ച് നല്ല ഹെൽത്തിയോടുകൂടി കിളിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് നടേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖ്യമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തൈറോയിഡിന് ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണിത്. ഇത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുകയും ഇതിൻ്റെ പൂ തോരൻ വെക്കുക, ഇലയും തോരൻ വെക്കാൻ വെച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡിന് ശമനം ഉണ്ടാകും. ഇത് പിന്നെ കാൽസ്യക്കുറവുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. നമുക്ക് കണ്ണിന് കാഴ്ചക്കുറവ്, വൈറ്റമിൻ എയുടെ കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കും. എല്ലാത്തിനും നല്ലൊരു നമുക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കാനും എല്ലാത്തിനും നല്ലൊരു ചെടിയാണിത് ഐത്തിച്ചീര. ഇതിൻ്റെ പൂവ് നമുക്ക് മക്കൾക്ക് മുട്ടയുടെ കൂടെ ഇട്ട് അരിഞ്ഞിട്ട് തോരൻ വെച്ച് കൊടുക്കുക. അവർ കഴിച്ചില്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് ചേർത്ത് നമുക്ക് ഇഷ്ടം പോലെ നമുക്കും കഴിക്കുക, അവർക്കും കൊടുക്കുക. ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുക. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നമുക്ക് ഒരു ഭരണിയിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ല, നമ്മൾ വേറെ ഒരിടത്തുനിന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് അത് തേങ്ങായുമായിട്ട് വറുത്ത് പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കി ഭരണിയിലിട്ട് വെച്ചിരുന്ന ദിവസവും നമുക്ക് ഓരോ സ്പൂൺ എടുത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് എന്നിട്ട് നമുക്ക് തോരൻ വെച്ചുമൊക്കെ കഴിക്കാം. നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഭയങ്കര വൈറ്റമിൻ എയുടെയും നമുക്ക് തൈറോയിഡിനൊക്കെ ഇത് ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഭയങ്കര ഔഷധ ഉള്ള ഒരു മരുന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം ഒരു മുട് നമ്മുടെ വീട്ടിൽ എവിടുന്നെങ്കിലും നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം നമുക്ക് ചെടിക്കടയിൽ കിട്ടും. ചെടിക്കടയിൽ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തണം. നല്ല ഇത് നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കും നമുക്ക് അതുപോലെ ഈ പെടലിക്കൊക്കെ വീക്കം പോലെ വരുവാണെങ്കിൽ തൈറോയിഡിൻ്റെ പുറമേ അരച്ചിടുകയും ചെയ്യാം, നമുക്ക് ഉള്ളി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. മുഖ്യമായ നമുക്ക് ഒരു മെഡിസിൻ എന്ന് വേണം പറയാം തൈറോയിഡിന്. അത്ര നല്ല ഗുണമുള്ള ഒരു ചെടിയാണ് ഈ ഐത്തിച്ചീര. ഇതിൻ്റെ ആണെങ്കിൽ വെള്ള പൂവുള്ളത് കൊണ്ട് ഈ ചുമന്ന പൂവുള്ളത് കൊണ്ട് മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ പൂവൊക്കെ പറിച്ചു കൊണ്ട് വെച്ച് ഒരു കവറ് വെച്ച് അവർ വിൽക്കുമ്പം തന്നെ ഇതിന് ഭയങ്കര വിലയാണ് അവർ ചോദിക്കുന്നത്. ഭയങ്കര ഒരു കുറച്ച് ഒരു 10 പൂവോളമേ കാണത്തുള്ളൂ. അത് തോരൻ വെക്കുമ്പോൾ ഒന്നും കാണത്തതുമില്ല. ഒരു 10 പൂവൊക്കെ കാണും. ഒരു കവറിലിട്ട് അവർ 50 രൂപ 60 രൂപ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് നട്ട് വളർത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ.